എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും സാധിക്കും. വെറും 10 മിനിറ്റ് കൊണ്ട് ഈ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല, ഇറച്ചിയും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ എല്ലാവരും ചോറ് നന്നായിട്ടൊന്ന് കഴിച്ചോളും. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു നേന്ത്രക്കായാണ് എടുത്തുള്ള പച്ച ഏത്തയ്ക്ക, പിന്നെ കുറച്ച് 5-8 ചുവന്നുള്ളി, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് നേന്ത്രക്കായുടെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞ ശേഷം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നേർ പകുതിയാക്കിയിട്ട് പിന്നെ ഈ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ഈ കായ കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് വെച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അതിലെ കറിയെല്ലാം മാറി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രോസസ്സാണെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാവരും ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി മൺചട്ടിയിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടെ നടുവേ കീറിയിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതാ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വലിയ എരിവൊന്നും കാണത്തില്ല. ഇനി അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കറ കളയാൻ വെച്ചിട്ടുള്ള പച്ചക്കായ കഷ്ണങ്ങളുണ്ടല്ലോ, അത് ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് മാറ്റി ഊറ്റിയെടുത്തിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ മസാലയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ മസാല ഇട്ട് നന്നായിട്ട് ആ കായ കഷ്ണങ്ങളൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആ മസാലയൊക്കെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ആദ്യം തന്നെ എനിക്ക് ലൈക്ക് തരാൻ മറന്നു പോകരുത്. പിന്നെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ കായ കഷ്ണങ്ങളിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആ കായ കഷ്ണങ്ങളെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ കായ വെന്ത് കിട്ടും. അധികം വേവൊന്നും ഇല്ലാത്തൊരു സാധനമാണല്ലോ പച്ചക്കായ, അല്ലെങ്കിൽ നേന്ത്രക്കായ, ഏത്തക്ക എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും. ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കായ കഷ്ണങ്ങൾ നല്ല പോലെ ഒന്ന് വെന്തിട്ടുമുണ്ട്, ആ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ അത് വേവിച്ചെടുക്കാൻ. അതുകൊണ്ട് അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അതിലേക്ക് വേവിക്കാൻ ഒഴിക്കുന്ന വെള്ളം കുറച്ചേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ആദ്യം ഒന്ന് ഇളക്കി നോക്കാം എത്രത്തോളം ഗ്രേവിക്ക് തിക്നെസ് വേണമെന്ന് ഈ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അത് തിക്കാവും. തിളച്ച് വരുമ്പോഴേക്കും കറി ഒന്നും കൂടെ തിക്കാവുന്നതുകൊണ്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കറി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. ഒരു തക്കാളി നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് പുളിയും ഉപ്പും ഒക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇറച്ചിക്കറിയുടെയും മീൻ കറിയുടെയും ഒക്കെ ഒരു ടേസ്റ്റിൽ വരും. ഈ സമയത്ത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ഇനി കടായിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവയും ഒരു 2-3 ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഈ താളിപ്പും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ ഫ്ലേവറൊക്കെ ആ കറിയിലേക്കൊന്ന് ഇറങ്ങിക്കോളും. ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഇതെല്ലാം നമ്മളെ വീട്ടിലുണ്ടാകുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. കായയ്ക്കൊന്നും അധിക സമയം വേവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.